ഹായ് പെറ്റ് പേരൻസ്, വെൽക്കം ടു പെർ ഫാഷൻ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ ഡ്രസ്സാണ്. നമ്മുടെ പേജിൽ ഇതിനു മുമ്പ് നമ്മളൊരു ഓർഗൻസ ബട്ടർഫ്ലൈ ഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ അത് സെയിം തന്നെ റീക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് അവർ ഡിമാൻഡ് ചെയ്ത കളർ ആ സെയിം ഫാബ്രിക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലി ഞാൻ വേറൊരു ഫാബ്രിക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെൽവെറ്റ് ഓർഗൻസ എന്നാണ് ഷോപ്പിലുള്ളവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചറും അപ്പിയറൻസും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സെയിം ഡ്രസ്സ് തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിനോട് മെർജ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഭംഗി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ്. ഈ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അത് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കായിരുന്നു. പിന്നെ കസ്റ്റമർ ആണെങ്കിൽ സ്പെഷ്യലി എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് ബട്ടർഫ്ലൈ നിറയെ പേൾസൊക്കെ വേണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഡിമാൻഡും കൂടെ മാനിച്ചിട്ട് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബട്ടർഫ്ലൈ ശരിക്കും നമ്മൾ വെയർ ചെയ്യിക്കുന്നത് ഷോൾഡർ വഴിയിട്ടാണ്. ആ ഒരു സ്ട്രിപ്പും കാര്യങ്ങളും കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു നെക്ക് പീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മിലിയുടെ മെഷർമെൻ്റ് അല്ല കേട്ടോ, അവരുടെ ഫിറ്റിംഗ് അല്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ മിലിനി ഡ്രസ്സ് ഇരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. മാക്സിമം എഫേർട്ട് ഇട്ട് കസ്റ്റമറെ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിചാരിച്ച പോലെ തന്നെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു.